ശരിക്കും രഘുവേട്ടൻ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെറൈറ്റി ഓഫ് വില്ലനാ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിലൊക്കെ കയറാനും വേണ്ടിയിട്ട് മാത്രമുള്ള വെറൈറ്റി ഇല്ലേ ചേച്ചി? ചേച്ചി എന്നെ ചിരിക്കുന്നത്. അല്ല, ഗിന്നസ് ബുക്കിൽ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം, കന്നഡ പടം ഞാൻ ചെയ്തു പണ്ട്. നമ്മുടെ ഒരു മലയാളി ഡയറക്ടർ ക്യാമറമാനാണ് ചെയ്തത്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ 24 hours 48 hours എന്നും പറഞ്ഞ ഇത് സാധ്യ, അത് സത്യത്തിൽ അത് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട്. അതിനകത്ത് ആക്ടേഴ്സിൻ്റെ പേര് വന്നിട്ടുണ്ടോ, ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെ മാത്രമേ പേര് വന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പക്രു വരുന്നതിന് മുമ്പ് ഞാൻ ഗിന്നസ് ബുക്കിൽ വന്ന് കാണണം. ബട്ട് ഐ എം നോട്ട് ഷുവർ. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതായിരുന്നു വില്ലൻ വേഷത്തിൽ? എനിക്ക് എല്ലാം ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മൃഗയ. ഭയങ്കര ക്രൂരനാന്ന്. അവസാനം പേപ്പട്ടി അടിച്ച് മരിക്കുന്ന കണ്ട അല്ലേ? ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഇപ്പൊ വില്ലൻ വേഷം ചേട്ടൻ ഹ്യൂമർ ചെയ്യാറുണ്ട്, നല്ല ബഹള വീട്ടിൽ ഇതൊക്കെയാണോ? ചേട്ടൻ വീട്ടിലെങ്ങനെയാ? ഈ വില്ലത്തരം ഉണ്ടോ, അത് പക്കാ ഗ്രഹനാഥനാണോ, അത് ഭയങ്കര ഹ്യൂമർ ആണോ? എന്നാ ഒരു ചേട്ടനാണ് വീട്ടിലുള്ള ചേട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ. നല്ലൊരു അച്ഛനാണ്. ദേഷ്യപ്പെടും? ദേഷ്യമുണ്ട്, ദേഷ്യം നന്നായിട്ടുണ്ട്. പേടിയാവും ദേഷ്യപ്പെടുമ്പോ. ഈ അപ്പൂപ്പനെ അല്ല ചാമി എപ്പോഴാ വഴക്കുണ്ടാക്കുന്ന വീട്ടില് അമ്മൂമ്മ വെച്ചെടുത്ത്? ഞാൻ കണ്ടിട്ടില്ല. അയ്യോടി, മക്കള് പറയൂ. ഞാനും കണ്ടിട്ടില്ല. പറഞ്ഞു പഠിപ്പിച്ചല്ലേ പിള്ളേരെ? മക്കളെ എവിടെയാ പഠിക്കുന്നേ? എവിടെയാ പഠിക്കുന്നേ? അതെവിടെയാ? അത് ഏത് സ്ഥലത്താ സ്കൂളുള്ളേ? തുംകുണ്ട. അതെവിടെയാ? ഹൈദരാബാദ്. അച്ഛൻ എന്താ ജോലി ചെയ്യുന്നേ? മെക്കാനിക്കൽ. മെക്കാനിക്കൽ എഞ്ചിനീയറാ? ഓക്കെ. ഏത് കോളേജാണ്? മോളോ? ചോദിക്കുന്നു. മോളോ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഞാൻ നേവി ചിൽഡ്രൻസ് സ്കൂൾ. അതെവിടെയാ ആ സ്കൂള്? അത് ഏത് സ്ഥലത്താ? ഡൽഹിയില്. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ നേവിയില്. ഓക്കെ. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെക്കേഷൻ ഇവിടെ വരുന്ന അപ്പൂപ്പൻ്റെ കൂടെ അല്ല ചാമിയുടെ കൂടെയും അമ്മൂമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നതാണോ ഇഷ്ടം, അവിടെ പഠിക്കാൻ പോകുമ്പോഴാണ് ഇഷ്ടം? രണ്ട് സ്ഥലങ്ങളും ഇഷ്ടം. അങ്ങനെയില്ലല്ലോ, ഇവിടെ വരുമ്പോ ചാമിയും അമ്മൂമ്മച്ചി ഒരുപാട് ഇങ്ങനെ കൊഞ്ചിക്കുകയല്ലേ? ഇല്ലേ? ഇവിടെയാ ഇഷ്ടം. ഓ അത് ശരി. ഇവിടെ വരുമ്പോ അമ്മൂമ്മച്ചി എന്നാ ഉണ്ടാക്കി തരും കുഞ്ഞിന് സ്പെഷ്യൽ ഒക്കെ ഫുഡ്? വീട്ടിലത്തെ ആഹാരമാണ് ഇഷ്ടം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചാമി ഉണ്ടല്ലോ സിനിമയിൽ എല്ലാരും അങ്ങോട്ട് തല്ലും, ചാമിക്ക് ഇങ്ങോട്ട് തല്ല് കിട്ടും. അന്നേരം ചാമിക്ക് ഇങ്ങോട്ട് തല്ല് കിട്ടുമ്പോ ഒക്കെ സങ്കടം വരുമോ? അപ്പൊ എന്നാ തോന്നുമോ? ആ അങ്കിളിനെ തല്ലാൻ തോന്നുമോ? ചാമി അടിക്കുന്ന അങ്കിളിനെ കൊല്ലാൻ തോന്നും. ഓ മോശമല്ലല്ലോ. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടൈമിംഗ് വേണം, അതായത് പറയും. അതിനെപ്പറ്റി ഒരു ക്ലാസ് ഞങ്ങൾക്ക് തരും. അതെന്താ? ഒരു ക്ലാസ്സും ഇല്ല, അത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഒരു നെല്ലടത്തെത്തിയാൽ അടി വീഴും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ നമുക്കറിയാൻ മേല. ഇപ്പൊ രഘുവേട്ടന് അതിനെ നല്ലതായിട്ട് അറിയാൻ പറ്റും. വാട്ട് ദ ക്ലാസ്? അത് ഒന്നുമില്ല, നമ്മൾ ഓരോ മാസ്റ്റർ വന്ന ഓരോ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യുക, ആ ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ തിരിച്ചടിക്കുക. അപ്പോൾ ഈ തിരിച്ചടിക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മോളിൽ തന്നെ കാണിച്ചു തരാം. അവിടെ ഇരുന്നാൽ ഇങ്ങനെ ഞാനിത് പിടിച്ചു. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇടി വരുന്നത് അവിടെ ഇരുന്നാൽ മതി, കൊള്ളത്തില്ല. എൻ്റെ ഇടി വരുന്നത് ഇതിലെയാണ്. അപ്പോൾ ഫേസ് അങ്ങോട്ടാക്കി. അപ്പോൾ ഇതിലേ പോവും കൈ, ഇത്ര അടുത്താണ് ഈ പോണത്. അപ്പോൾ ഇതെന്ത് വരുമെന്ന് വെച്ചാൽ ഈ അങ്ങോട്ട് പോകുന്ന ഫേസ് ഇങ്ങോട്ട് വരരുത്. ആ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. വന്ന ഇടി കിട്ടും, ഇല്ലെങ്കിൽ കൊണ്ടത് തന്നെയാ. എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ബാലേട്ടൻ മുതൽ ഇങ്ങോട്ട് ശരിക്കും അടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ബാലേട്ടനൊക്കെ ഒറിജിനലായിട്ട് അടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി എന്നെ ഇടിച്ചത് 14-15 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. സുരേഷ് എന്നെ ഇടി അടിച്ചേ അമ്മാടി, ഓർക്കാൻ പോലും വയ്യത്. അതെവിടെ? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. കേമധുന് ഏതായിരുന്നു? നരിമാൻ. അതിനകത്ത് ഞങ്ങളൊരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. അതിനകത്ത് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒക്കെ ഇട്ടയ്ക്ക് ചെറിയ രണ്ടുപേരും ഇത്രയും അടുത്ത് നിന്നൊരു പഞ്ച് ചെയ്യേണ്ട സംഭവമുള്ളൂ. ആ ഒരു പഞ്ചിൽ അതെന്ത് പറ്റിയെന്നറിയാൻ വയ്യ, സുരേഷ് ഒരു സ്റ്റെപ്പ് കയറി ഇടിച്ചു. അതാണ് കുഴപ്പമായത്. അതായത് നമുക്ക് ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്പ് ഇന്നേ ചെയ്യാവുള്ളൂ. സുരേഷ് ഇങ്ങോട്ട് വന്ന് ആവേശത്തിൽ ഒറ്റ കീറുകൂടെ അങ്ങ് പൊട്ടിപ്പോയി.
അവിടെ പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബ്ലഡൊക്കെ ഇങ്ങനെ വെച്ച് ബ്ലഡ് നിൽക്കുന്നില്ല, കാരണം തുറന്നു പോയി. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞാൻ ഷൂട്ട് ചെയ്തു. അതൊന്ന് ബാലങ്കി നായരുമായിട്ട് 1921 ലൈവ് ചേച്ചിയുടെ പടത്തിൽ വർക്ക് ചെയ്തപ്പോൾ ബാലേട്ടനെ ഇങ്ങനെ വട്ടം കയറി പിടിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു വെട്ടുകത്തി ഇരിപ്പുണ്ട്. ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ സ്റ്റൈൽ ഓഫ് വെട്ടുകത്തി യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന വെട്ടുകത്തിയാണ്. നമ്മൾ ഈ തേങ്ങ ഹുക്കി പോലെ കൊത്തുവാള് പോലെ. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വന്നു. ഇങ്ങനെ നീ വാളിതാ ഇവിടെ കൊണ്ടു, അത് കീറി പൊളന്നു പോയി. ഇവിടെ ഇത്ര അങ്ങ് തൂങ്ങി. എന്നിട്ട് ഇത് കെട്ടി വെച്ചിട്ട് ഇതിൽ ഏറ്റവും വലിയ രസം മഞ്ചേരി ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഒരു വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് ടവലെടുത്ത് വെച്ച് കെട്ടി നേരെ ഹോസ്പിറ്റലിനകത്ത് കൊണ്ട് നിർത്തി ഓടി ഡോക്ടറെ അടുത്ത് ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ മുട്ടയൊക്കെ അടിച്ച് മേല് മുഴുവൻ എണ്ണയൊക്കെ എത്തിച്ചൊരു കൈലി മാത്രമേ ഉള്ളൂ. ഒന്നാലോചിച്ചോക്കളെ, ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഓട്ടം തുടങ്ങി അതിനോട്. കാരണം ഞാനിതിൻ്റെ വേദന കൊണ്ടാണ് ഈ പോണത്. അവിടെ ചെന്ന് ഡോക്ടറുടെ മുറിയിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ ഡോക്ടർ ചാടി, നിങ്ങളെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എൻ്റെ കൈ മുറിഞ്ഞു, എന്തായാലും ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നിങ്ങളവിടെ വല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പോവാ, എനിക്കൊന്നും ചെയ്യാക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ മനസ്സിലായി, നിങ്ങളെ കണ്ട ആർക്കാ മനസ്സിലാകാത്ത അങ്ങനെ ബേളം ഉണ്ടാക്കിയിട്ട് ആരുടെ കൊന്നിട്ട് കയറി വന്നു. ഈ ഡോക്ടർ അങ്ങ് വല്ലാതെ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇന്ന ആളാണ്. ശരിയാണ്, എന്ത് പറ്റി? അപ്പോഴാണ് ഡോക്ടർ അതിൽ പേടിച്ചു പോകും. കാരണം എൻ്റെ ഈ വേഷവും ഈ മുട്ടക്കാല് എണ്ണയൊക്കെ കയറി വരുന്നത്. പിന്നെ അങ്ങനെ കിടന്നിട്ട് ഇത് പച്ചയ്ക്ക് തയ്ച്ചു. ഞാൻ പറഞ്ഞു, പച്ചയ്ക്ക് തയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് കംപ്ലീറ്റ് തയ്ച്ച്, അതിൻ്റെ ഏറ്റവും വലിയ രസം അതല്ലേ, അതെല്ലാം തയ്ച്ച്. ഇപ്പോഴത്തേക്ക് ശശികണ്ഠൻ വന്നു, ബാലേട്ടൻ വന്നു, മമ്മൂട്ടി വന്നു. നീ ഇതെവിടെ പോയാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു, വണ്ടി എടുത്തിട്ട് പോയെന്ന് ഞങ്ങൾ പേടിച്ചു വന്നു. പിന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്തെല്ലാം റെഡിയാക്കി കെട്ടൊക്കെ കെട്ടി. അപ്പോൾ ശശിന് പറഞ്ഞു, നമുക്ക് ആ സീൻ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഷോട്ട് എടുത്താലോ, അങ്ങനെ മാറ്റിയെടുത്ത്. ശശിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ. ഞാനവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് ശശിൻ ഇങ്ങനെ ആ എടുത്ത ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് കണ്ടപ്പോൾ ഷോട്ട് അവനെ വിളിച്ചേ ശശിയേട്ടൻ ഇതൊക്കെ മറന്നു. ഈ വെട്ടുകൊണ്ടൊക്കെ ഡയറക്ടർ മറന്നു. അവനെ വിളിക്കേ. ഞാൻ ശരിയല്ല, അത് എന്താണ് ബാലേട്ടൻ പിടിച്ച സമയത്ത് നീ വേറെ എവിടെ ശ്രദ്ധിച്ചില്ലേ, ഒന്നും എടുക്കാം അല്ലേ? എടുക്കാമെന്ന് പറഞ്ഞു. ബാലേട്ടൻ വന്ന് മമ്മൂട്ടി വന്ന് പറഞ്ഞ് അവൻ്റെ കൈകൊക്കെ തയ്ച്ച് വെച്ചിരിക്കുക. അത് കുഴപ്പമില്ല, അത് നോക്കിക്കോളൂ നിങ്ങൾ റെഡിയാക്കിയെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ഷോട്ട് തുടങ്ങിയപ്പോൾ എല്ലാം മറന്നു. കാരണം നമ്മൾ കയറി അങ്ങ് വളരെ ഇതായി, എനർജറ്റിക്കായി. ഞാൻ കയറി ഇങ്ങനെ പിടിക്കുക, ഇവിടുന്ന് ഒരു 5 സ്റ്റിച്ച് അങ്ങ് വിട്ടുപോയി. പ്ലിക്കെന്ന് പറഞ്ഞ് ചോര എല്ലാം കൂടെ ബാലേട്ടൻ്റെ പിന്നെ അവിടെ നിർത്തി ഷൂട്ട്. പക്ഷേ കാരണം ഇത് പറഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സിനിമ. ഒരുപാട് മമ്മൂട്ടി ഞാനും കൂടെ ഇൻസ്പെക്ടർ ബലറാമിന് രാത്രി 1:30 മണിക്കുള്ള ഷൂട്ടിങ്ങിന് ഞാനിങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് തല കൊണ്ടിങ്ങനെ ഹിറ്റ് ചെയ്യണം. അപ്പം മമ്മൂട്ടി ഇപ്പം ഞാൻ മോള് കാണിച്ച പോലെ അങ്ങോട്ട് പോകണം. വെളുപ്പാങ്കാലം ഒരു 1:30-2 മണിയായി. അപ്പം വില്യംസ് ക്യാമറമാനുണ്ട്, എല്ലാവരും ഉണ്ട്, ശശിനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാനവിടെ ചെന്നത് സംസാരിച്ച് ഞാൻ പറഞ്ഞു, നമുക്കത് ഒന്ന് സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് ഫ്രഷായില്ലെങ്കിൽ നമ്മളൊരു ഇതടിക്കും. ഞാനപ്പോഴും ഉറക്കമൊന്നുമില്ല, നമുക്ക് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. കുഴപ്പമൊന്നുമില്ല, ഷോർട്ടല്ലാണ്. ലൈറ്റ്സ് എവറിത്തിങ് ഓക്കെ, എല്ലാവരും ഫ്രഷ് അല്ലേ? വില്യംസ് ഒക്കെ അറിയാമല്ലോ, ഇപ്പോൾ എന്നെ കളിച്ചിൻ്റെ മേളിക്കടൊക്കെ കയറി കിടക്കുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഞാൻ ഇങ്ങോട്ട് തല പോകുന്നു, മമ്മൂട്ടി ഇങ്ങോട്ട് തല പോകുന്നു, ഒറ്റ ഇടി ഇവിടെ. എൻ്റെ രസം എന്താണെന്നറിയാം മോളെ, ഈ ഇടി ഇവിടെ ആയിരുന്നെങ്കിൽ അതുപോലെ ഷാജിയുടെ ചില പടങ്ങളിലൊക്കെ ചില രഘുവേട്ടാ അതാ അവനെ ഇടിക്കും, അവനൊന്നും അറിയില്ല. ഈ പുതിയ പിള്ളേർ അഭിനയിക്കാൻ വരും. അപ്പോൾ അവർ ഭയങ്കര സ്റ്റൈലിലൊക്കെ വന്നിട്ട് ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് മറ്റേ ബ്ലൂ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഷാജി എടുത്ത് സ്ഥലം ഷോർട്ട് രഘുവേട്ടാ ഒരുത്തനെ വിടുന്നുണ്ട്, ഒന്ന് നോക്കിയോളെ. അപ്പോൾ 1 എടുത്ത് 2 എടുത്ത് 3 എടുത്ത് 4 എടുത്ത് ഷാജി എഴുതുന്നു. ഓ എവിടെ നിന്ന് കൊണ്ടുവന്നു തന്നെ. ഷാജിയുടെ ഒരു സ്വഭാവമുണ്ട്, ഭയങ്കര രസമാണ്. അങ്ങനെ ഇരുന്നൊരു 5-6 പ്രാവശ്യം കഴിയുമ്പോൾ എന്നെ വിളിക്കും, ചേട്ടാ ഈ ഷോട്ട് റെഡിയാക്കിയേക്കണേ. ഞാൻ അങ്ങനെ ഓക്കെ. അതിനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പോയി ഓക്കെ, അവന് സമാനമായി. ഷാജി പറഞ്ഞു, ഇതുപോലുള്ള ഷോട്ടിന് ചേട്ടൻ തന്നെ വേണം. ഓക്കെ, അടുത്ത ഷോട്ട്. ഇത്രയുള്ള സംഭവം. അത് എന്താണെന്നറിയാം മോളെ, ഇപ്പോൾ മോള് ചോദിച്ചതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിങ് ആണ്. ഈ ഒരു
ആ ഒരു സാധനമാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ എല്ലാത്തിലും ടൈമിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റിയ ആൾ മോഹൻലാലാണ്. ഇത്ര ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ്. സോങ്ങിനാണെങ്കിലും ഫൈറ്റിനാണെങ്കിലും സീനിനാണെങ്കിലും പെർഫെക്റ്റ് അദ്ദേഹം. മമ്മൂട്ടി നല്ല ടൈമിംഗ് ആണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ബോഡി ലാംഗ്വേജിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആണ്.